ഹായ് ഹലോ വൈകുന്നേരം ചായൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ഹെൽത്തിയും നല്ല ടേസ്റ്റിയും ആയിട്ടുള്ള ഒരു റെസിപ്പി ഉണ്ടാക്കിയെടുത്താലോ. അപ്പോൾ അതിനായിട്ട് നമ്മൾ എടുത്തേക്കുന്നത് നമ്മുടെ വലിയ പയറാണ്. നമ്മൾ തോരനൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് എടുക്കാറില്ലേ, അതൊന്ന് കുതിർത്തതിന് ശേഷം ഒന്ന് പുഴുങ്ങി എടുക്കുന്നുണ്ട് കേട്ടോ. ആവശ്യത്തിന് വെള്ളം കൂടി വെച്ചിട്ട് ഒരു 4-5 വിസിൽ വരുന്നത് വരെ ഒന്ന് കുക്കാക്കുമ്പോഴത്തേക്ക് നമുക്കത് കുക്കായി കിട്ടും. ഇനി നമുക്കൊരു മിക്സിൻ്റെ ജാറിലേക്ക് നമ്മൾ കുക്ക് ചെയ്തെടുത്ത് പയർ ആഡ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് 1 കപ്പ് തേങ്ങ, ആവശ്യത്തിന് റാഗിപ്പൊടി, നമുക്ക് അരിപ്പൊടി വേണമെങ്കിലും ചേർക്കാം. ഇവിടെ റാഗിപ്പൊടിയാണ് ചേർത്തേക്കുന്നത്. അത് കൺസിസ്റ്റൻസിക്ക് അനുസരിച്ചിട്ട് ഒന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. കുറച്ച് ഏലക്കപ്പൊടിയും നമ്മുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര അല്ലെങ്കിൽ ശർക്കരയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്ത് നമ്മുടെ വയനയിൽ ഇതേപോലെ കുമ്പിട് കുത്തി അതിനകത്ത് ഈ മാവ് നിറച്ചിട്ട് നമുക്കൊന്ന് പുഴുങ്ങിയെടുത്താൽ മതി. ഒന്നുകൂടെ ഇലയുടെ ഉണ്ടാക്കുന്നത് പോലെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചായനോടെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരം തന്നെയാണ് ഇത്. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അതിൻ്റെ കൺസിസ്റ്റൻസി ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ മാവ് കുഴയ്ക്കുന്ന സമയത്ത് വേണമെങ്കിൽ അരിപ്പൊടി ചേർത്തിട്ട് കുറച്ചും കൂടി തിക്കാക്കിയിട്ട് നമുക്ക് എടുക്കാവുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത്രയും ഓക്കെ, ബൈ.